അപ്പോൾ സർജറിക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പേഷ്യൻറ്റിന് ആദ്യമേ തന്നെ നമുക്ക് കയ്യിലൊരു IV കാനുല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് കാനുല. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഞരമ്പിലേക്ക് നമ്മളൊരു സൂചി വയ്ക്കും. അപ്പോൾ അതെന്താണെങ്കിലും വേണം ഈ സർജറിക്ക്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ആ ഒരു പെയിനും എന്താണെങ്കിലും അറിയും പേഷ്യൻസ്. അപ്പോൾ ആ ഒരു പെയിൻ എന്താണെങ്കിലും അറിഞ്ഞ് അങ്ങനെ ഒരു കാനുല ഇട്ടിട്ട് നമ്മൾ അവരോട് പറയും ഒരു മാസ്ക് മുഖത്ത് വെക്കും. അതിനകത്ത് ഓക്സിജനാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ സപ്ലൈ ചെയ്ത് ഒരു മാസ്ക് വെക്കും. അവരോട് നല്ലോണം ശ്വാസം വലിച്ചു വിടാൻ പറയും. അപ്പം നല്ലോണം ശ്വാസം വലിച്ചു വിടുന്ന സമയത്ത് നമ്മൾ ആ ഇട്ടിരുന്ന കാനുലയിൽ കൂടെ നമ്മൾ ഉറങ്ങാനുള്ള മെഡിസിൻ കൊടുക്കും. പേഷ്യൻ്റ് ഫുള്ളായിട്ട് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസിൽ റിലാക്സിങ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ട്യൂബ് ഇടാൻ. അപ്പം അങ്ങനത്തെ ഒരു സാധനം കൊടുക്കും. അങ്ങനത്തെ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ട്യൂബ് ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 3 മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ആ സമയത്താണ് നമ്മുടെ ഈ അനസ്തെറ്റിസ്റ്റ് അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലത്തെ ഡോക്ടേഴ്സ് അപ്പം നമുക്ക് നിങ്ങൾ ശ്വസിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ബാഗുണ്ട്, ആ ബാഗ് വെച്ച് നമ്മൾ വെൻറ്റിലേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കും. അതിന് ശേഷം നമ്മൾ ട്യൂബ് ഇടും. ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുന്ന വെൻറ്റിലേറ്ററിലേക്കാണ്. ബിക്കോസ് നമ്മുടെ കൈ ഫ്രീ ആയിരിക്കണം. അപ്പം നമ്മൾ വെൻറ്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യും. ട്യൂബൊക്കെ ഫിക്സ് ചെയ്ത് സർജൻസിന് പേഷ്യൻസിന് കൊടുക്കും.